അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് സൊസൈറ്റികളിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അത് നിർമ്മിക്കുന്നതിനും വിപണിയിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു. വിപണിയിലേക്ക് എത്തിക്കാൻ ഫാം ടു ഫോർക്ക് മൊബൈൽ സംവിധാനം കളമശ്ശേരി മണ്ഡലത്തിൽ ഏർപ്പെടുത്തുകയുണ്ടായി. അംഗനവാടികളിലെല്ലാം സ്മാർട്ട് അംഗനവാടികളാക്കുന്നത് മിക്കവാറും പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ രംഗത്ത്, കോളേജ് രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം വന്നിട്ടുള്ളത് കൊച്ചി സർവകലാശാലയിലാണ്. ക്ലീൻ റൂം ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ, ട്രാൻസ്ലേഷൻ ലാബ്, ഇന്റർനാഷണൽ ഗേൾസ് ഹോസ്റ്റൽ, ഇതെല്ലാം തന്നെ നിർമ്മാണത്തിലേക്ക് വന്നു. പുതിയ തലമുറയുടെ തൊഴിലാവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ ഇപ്പോൾ വർക്ക് നിയർ ഹോം അസാപ്പിൽ 150 സീറ്റുകളുടെ ആരംഭിക്കുകയാണ്. ഇന്നൊവേഷൻ സെന്റർ അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞു. ഗ്രഫീൻ അറോറ പ്രൊജക്ട് അത് കളമശ്ശേരിയിൽ അവസാന ഘട്ടത്തിലാണ്. ഇത് കൂടാതെ TCCയുടെ സ്ഥലത്ത് BPCയിലുമായി ചേർന്ന് 115 കോടി രൂപ ചെലവഴിച്ചിട്ട് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഫ്രീ ആയിട്ട് സ്കിൽ ഡെവലപ്പ് ചെയ്ത് അക്കോമഡേഷൻ, ഫുഡ്, യൂണിഫോം, ഫീസ് എല്ലാം ഫ്രീ ആയി 100% പ്ലേസ്മെന്റ് ഉറപ്പുവരുത്തുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ അവിടെ നിർമ്മിക്കുകയാണ്. ഇങ്ങനെ എല്ലാ മേഖലയ്ക്കകത്തും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. 2 ഹോമിയോ ഹോസ്പിറ്റലുകൾ പുതുതായി തുടങ്ങി. 5 വെൽനസ് സെന്ററുകൾ, എറണാകുളം ജില്ലയിലെ ഏക യുനാനി സെന്റർ ഇവിടെ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. ഒപ്പം തന്നെ ഓർമ്മ മറയുന്നവർക്കൊപ്പം വയോജനങ്ങൾക്കൊപ്പമുള്ള പദ്ധതികളും നന്നായി മുന്നോട്ട് കൊണ്ടുപോയി. വ്യവസായ മേഖലയിൽ അദാനി ലോജിസ്റ്റിക് പാർക്ക്, ലീഡർ ഡ്രൈവേഴ്സ് ലോജിസ്റ്റിക് പാർക്ക്, 2 പ്രധാന ലോജിസ്റ്റിക് പാർക്കുകൾ വന്നു. പനറ്റുണി ലോജിസ്റ്റിക് പാർക്ക് കൂടി വരികയാണ്. ഇതുകൂടാതെ ലുലുവിന്റെ പുതിയ ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക്, SFO ടെക്നോളജീസിന്റെ ഇലക്ട്രോണിക്സ് പുതിയ സംവിധാനം, പുതിയ നിലവിലുള്ളത് വിപുലപ്പെടുത്തുന്നത്, ഇതെല്ലാം തന്നെ മണ്ഡലത്തിനകത്ത് ആരംഭിക്കാനായി കഴിഞ്ഞു. മണ്ഡലത്തിലുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലും ഒഴിഞ്ഞ കിടന്ന സ്ഥലങ്ങളിലെല്ലാം പുതിയ വ്യവസായങ്ങൾക്ക് അനുവദിക്കാനും കൂടുതൽ തൊഴിലവസരം നൽകാനും കഴിഞ്ഞു. സ്ത്രീകളെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ, SC/ST കോളനികളിൽ വർക്ക് നിയർ ഹോം, ഒപ്പം തന്നെ 5 തൊഴിൽ മേളകൾ വഴി 1500ഓളം പേർക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറെ സന്തോഷകരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി ഒപ്പം മെഡിക്കൽ ക്യാമ്പ്, 40,000ഓളം ആളുകൾ ക്യാമ്പിൽ 5 ക്യാമ്പുകളിലായി പങ്കെടുത്തു. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം പറഞ്ഞത് ഗിന്നസ് ബുക്കിൽ ഇടം കിട്ടുന്ന ഏറ്റവും വലിയ പങ്കാളിത്തമുള്ളതും ഡോക്ടർമാരുടെ പങ്കാളിത്തമുള്ളതുമായ ക്യാമ്പാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള തുടർ ചികിത്സ, ഏകദേശം കളമശ്ശേരി മണ്ഡലത്തെ സമ്പൂർണ്ണ തിമിര വിമുക്തമാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ശസ്ത്രക്രിയകൾ, സൗജന്യമായ കണ്ണട, ശ്രവണ സഹായികൾ സൗജന്യമായി നൽകുന്നത്, 3 വീലറുകൾ, ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി നൽകുക, ഈ പദ്ധതികളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന ഇടങ്ങൾ അല്ലെങ്കിൽ പൊതു ഇടങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓപ്പൺ ജിമ്മ് നമുക്ക് കൂടുതൽ ആരംഭിക്കാൻ കഴിഞ്ഞു. മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത രൂപത്തിൽ ലൈബ്രറികൾക്കൊപ്പം 5 കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാക്കളുടെ പേരിലുള്ള പുസ്തക കോർണറുകൾ 3 ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ സുഭാഷ് ചന്ദ്രന്റെയും ഗ്രേസി ടീച്ചറിന്റെ പേരിലുള്ള കോർണർ 7 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതോടെ കളമശ്ശേരി മണ്ഡലത്തിലുള്ള 5 കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാക്കളുടെ പേരിലുള്ള കോർണറുകൾ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ സമഗ്രമായ ഒരു വികസന പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ്. അതിൻ്റെ ഒരു ചിത്രമാണ് ഈ രേഖയിലൂടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി വിഷൻ 2031 അത് കളമശ്ശേരി, ഈ നവ കളമശ്ശേരി 2031 എങ്ങനെയായിരിക്കണം, അത് സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകൾ, എല്ലാ പൗരന്മാർ, എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം കൂടി ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ കളമശ്ശേരിക്കൊപ്പം വികസന ഈ രേഖ അത് പ്രകാശനം ചെയ്തതായി അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.